ഈ പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ സെക്കൻഡ് ടേം റിവിഷൻ, 9ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡ്യൂസിങ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്. അതിൽ വരുന്നൊരു പ്രധാന ചോദ്യമാണ്, കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വൈ 19th സെഞ്ച്വറി ഈസ് നോൺ ആസ് ഏജ് ഓഫ് റെവല്യൂഷൻ? എന്തുകൊണ്ടാണ് 19ാം നൂറ്റാണ്ടിനെ വിപ്ലവങ്ങളുടെ യുഗമെന്ന് അറിയപ്പെടുന്നത്? ഇപ്പോൾ 19ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 3 വിപ്ലവങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അതായത് 3 റെവല്യൂഷൻസ്. ഈ 3 റെവല്യൂഷൻസാണ് സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക്, ആവിർഭാവത്തിന് കാരണമായത്. അപ്പോൾ 3 റെവല്യൂഷൻ ലെഡ് ടു ദ എമർജൻസ് ഓഫ് സോഷ്യോളജി. അവ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് റെവല്യൂഷൻ, ശാസ്ത്രങ്ങളുടെ കണ്ടുപിടുത്തം, അത് ശാസ്ത്രങ്ങളുടെ വരവ്, അതിലെ പുരോഗതി. അതുകൊണ്ട് തന്നെ ഇതിനെ ശാസ്ത്ര വിപ്ലവം എന്നും വിളിക്കുന്നു. പ്രബുദ്ധത എന്നാണ് എൻലൈറ്റ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥം. ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് അടുത്തത്, ഫ്രഞ്ച് വിപ്ലവം. അതായത് ഫ്രഞ്ച് വിപ്ലവം കാരണം സമൂഹത്തിലെ രാജവാഴ്ച മാറി ജനങ്ങൾക്ക് വോട്ടവകാശമുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ലഭിച്ച ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അത് ഒരു സമൂഹത്തിലെ ആളുകളുടെ ജീവിതത്തിനൊരു മാറ്റം സംഭവിച്ചു, സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. മറ്റൊന്നാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായവൽക്കരണം. മെഷീൻ്റെ കണ്ടുപിടുത്തം കാരണം, അതായത് ശാസ്ത്ര വിപ്ലവമാണ് മെഷീൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം. അതിൻ്റെ ഫലമായിട്ട് വ്യവസായ രംഗത്ത് പുതിയ മെഷീനുകൾ ഉപയോഗിക്കുകയും അങ്ങനെ വ്യവസായ രംഗത്ത് ഉൽപ്പാദനം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. ഇതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ ഈ 3 വിപ്ലവങ്ങളും കാരണമാണ് സാമൂഹ്യശാസ്ത്രം എന്ന ശാസ്ത്രമുണ്ടായത്. സോഷ്യോളജി, സാമൂഹ്യശാസ്ത്രമല്ല, സമൂഹശാസ്ത്രം. സോഷ്യൽ സയൻസാണ് സാമൂഹ്യശാസ്ത്രം, സോഷ്യോളജി സമൂഹശാസ്ത്രം, സമൂഹത്തെക്കുറിച്ചുള്ള പഠനം. ഇപ്പോൾ സോഷ്യോളജി എന്ന ഒരു ശാസ്ത്രം ഉണ്ടായത് ഈ വിപ്ലവങ്ങൾ കാരണമാണ്. അതുകൊണ്ട് സോഷ്യോളജിയെ വിപ്ലവങ്ങളുടെ ശിശു എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് 3 ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന് ചൈൽഡ് ഓഫ് റെവല്യൂഷൻ, ഒന്ന് സോഷ്യോളജിയുടെ അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് 3 വിപ്ലവങ്ങൾ എന്ന് ചോദിക്കാം. ഇനി എൻലൈറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എൻലൈറ്റ്മെൻറ്റ് 18ാം നൂറ്റാണ്ടിൻ്റെ ഒരു അന്ത്യത്തോടെ, അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടിലാണത് വന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് 19ാം നൂറ്റാണ്ടിലും ഉണ്ടായി. അപ്പോൾ 17, 18 നൂറ്റാണ്ടുകളുടെ അവസാനത്തിൽ യൂറോപ്പിലുണ്ടായിരുന്ന ഒരു ജ്ഞാനോദയം, അറിവിൻ്റെ ഒരു അതായത് ലോജിക്കൽ തിങ്കിങ്, ആളുകൾ യുക്തി ചിന്തക്ക്, അന്ധവിശ്വാസങ്ങൾ വിട്ട് യുക്തി ചിന്തയിലേക്ക് കടന്ന ആ കാലഘട്ടത്തെയാണ് എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്ന് വിളിക്കുന്നത്. എൻലൈറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിങ് ദ ലേറ്റ് 17th and 18th century. അപ്പോൾ ഇവിടെ ഏജ് ഓഫ് റീസൺ എന്ന് പറയുന്നുണ്ട് എൻലൈറ്റ്മെൻറ്റ് പീരീഡിനെ. അപ്പോൾ ഇതൊരു 1 വേർഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഏജ് ഓഫ് റീസൺ. ഏജ് ഓഫ് റീസൺ എന്ന് പറഞ്ഞാൽ യുക്തിയുടെ യുഗം. അതിനു മുമ്പെല്ലാം ഒരു അസുഖം വന്നാൽ പോലും അത് ദൈവത്തിൻ്റെ ശാപം എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പിന്നെ എല്ലാ കാര്യവും മതവുമായി കണക്ട് ചെയ്ത്, ഒരു അന്ധവിശ്വാസമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ യുക്തി എന്താണ്, അതായത് സയൻസ് എന്താണ്, ഫാക്റ്റ് എന്താണ്, അത് ശാസ്ത്രീയമായ അന്വേഷണം ആരംഭിച്ച കാലഘട്ടം. ഇതാണ് എൻലൈറ്റ്മെൻറ്റ് പീരീഡ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മനുഷ്യത്വവാദമാണ്, ഹ്യൂമാനിറ്റേറിയനിസം. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാ മനുഷ്യർക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ റാഷണലിസം എന്ന് പറഞ്ഞാൽ യുക്തി, നമ്മളുടെ ചിന്തയ്ക്ക് നിരക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ന്യായത്തിന് പ്രാധാന്യം കൊടുക്കുക. സെക്കുലറിസം എന്ന് വെച്ചാൽ മതേതരത്വം, എല്ലാ മതങ്ങൾക്കും ഈക്വൽ സ്ഥാനം, അതുപോലെ തന്നെ എല്ലാ മതങ്ങളും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ ശാസ്ത്രീയമായ ചിന്ത, നമ്മളിപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പണ്ട് കാലത്ത് മഴ എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് അറിയാൻ പാടില്ലാതിരുന്നു. അത് ഇന്ദ്രദേവനാണ് മഴ പെയ്യിക്കുന്നത് എന്നുള്ള വിശ്വാസമായിരുന്നു. അപ്പോൾ പൂജ ചെയ്താൽ മഴ പെയ്യും എന്നുള്ള ചിന്തകളായിരുന്നു. പക്ഷേ അത് ശാസ്ത്രീയമായി മഴ എന്ന് പറയുന്നത് എന്താണ്, ആ പ്രതിഭാസം, പെർസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ശാസ്ത്രീയമായ ചിന്ത സഹായിച്ചു.
അപ്പോൾ സയൻസ് ആൻഡ് റീസൺ കെയിം ടു ബി കൺസിഡേർഡ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻ ട്രഡീഷൻ. അപ്പോൾ ഈ എൻലൈറ്റ്മെൻറ്റ് പീരീഡിൽ സയൻസിന് കൂടുതൽ യുക്തിക്കും ശാസ്ത്രത്തിനും പ്രാധാന്യം നൽകി പാരമ്പര്യത്തിനേക്കാൾ. ഇതാണ് എൻലൈറ്റ്മെൻറ്റ് പീരീഡ്. ഷോർട്ട് നോട്ടായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ രണ്ടാമത്തെ റെവല്യൂഷൻ ഏതാണ് എന്ന് 19-ാം നൂറ്റാണ്ട് റെവല്യൂഷനുകളുടെ യുഗമാണെന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. വിപ്ലവത്തിൻ്റെ യുഗം. അപ്പോൾ രണ്ടാമത്തെ റെവല്യൂഷനെ കുറിച്ച് പറയണം, ഫ്രഞ്ച് വിപ്ലവം. അതായത് ഫ്രഞ്ച് വിപ്ലവം 18-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. 1789 ബ്രോട്ട് അബൌട്ട് സെവറൽ ചേഞ്ചസ് ഇൻ സോഷ്യൽ ഫീൽഡ്. അതായത് സമൂഹത്തിൽ നിലവിലിരുന്ന രാജഭരണം മാറി ജനാധിപത്യ ഭരണവും വോട്ടവകാശവുമുള്ള സമൂഹമൊക്കെ ആയപ്പോഴേക്കും സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അവിടെയുള്ള എസ്റ്റേറ്റ് സമ്പ്രദായം മാറി. അവിടെ മതേതരമല്ല, ഡെമോക്രസിക്ക് അനുസൃതമായ ഒരു ഭരണം തിരഞ്ഞെടുക്കലൊക്കെ വന്നപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ എന്ന് പറഞ്ഞാൽ, ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റിയാണ്. അതായത് അത് തന്നെയാണ് ഇപ്പം നമ്മളുടെ ഇന്ത്യയുടെയും ഒരു മുദ്രാവാക്യം എന്ന് പറയാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ സൊസൈറ്റിയിൽ വന്ന ഒരു മാറ്റം. ഫ്രഞ്ച് റവല്യൂഷൻ റേസ് ദ ഇൻഡിവിജ്വൽ ഫ്രീഡം. വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തികൾക്ക് പ്രാധാന്യം നൽകി. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നു. അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് പഠിക്കാനായിട്ട് ചിന്തകന്മാർ മുന്നോട്ട് വരികയും സോഷ്യോളജി എന്ന ഒരു ശാസ്ത്രത്തിന് പഠനത്തിന് രൂപം ലഭിക്കുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ വിപ്ലവമാണ് വ്യാവസായിക വിപ്ലവം. അത് 18th സെഞ്ച്വറിയിൽ ബ്രിട്ടനിൽ ആരംഭിച്ചതാണ്. അതിൽ പ്രധാന രണ്ട് വശങ്ങളെന്ന് പറയാൻ, സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ടു ഇൻഡസ്ട്രി. വ്യവസായത്തിൽ ഉള്ള ശാസ്ത്രീയമായ തത്വങ്ങളുടെ പ്രയോഗമാണത്. അതുപോലെ തന്നെ ന്യൂ ഓർഗനൈസേഷൻ ഓഫ് ലേബർ ആൻഡ് മാർക്കറ്റ് ഓൺ എ ലാർജ് സ്കെയിൽ. വ്യാപകമായിട്ട് വിപണി, തൊഴിൽ സംഘടനകൾ ഇതെല്ലാം ഉണ്ടാകുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ മെഷീൻ വെച്ചുള്ള ഉൽപ്പാദനങ്ങൾ വന്നപ്പോൾ ഒരുപാട് അറിവുകൾ ആവശ്യമായി വന്നു. അത് പ്രവർത്തിക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും എൻജിനീയറിംഗ് രംഗത്തുമൊക്കെ. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ക്രിയേറ്റഡ് ദ ഡിമാൻഡ് ഫോർ ന്യൂ കൈൻഡ്സ് ഓഫ് നോളജ്. അപ്പോൾ അവിടെ പുതിയ അറിവുകൾ ആവശ്യമാണ്. പിന്നെ അതുപോലെ തൊഴിലാളികൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ മാനസിക സംഘർഷങ്ങൾ, അവരുടെ ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം പഠിക്കുവാനായിട്ട് പുതിയൊരു ശാസ്ത്രം ആവശ്യമായിരുന്നു. അപ്പോൾ ഈ 3 വിപ്ലവങ്ങളാണ് സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് കാരണമായത്. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത് പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെയാണ്. അതായത് യൂറോപ്പിലെ, ഫ്രാൻസിലെ, ജർമ്മനിലെ എല്ലാം ഉള്ള സോഷ്യോളജിസ്റ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് സോഷ്യോളജിക്ക് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയ സോഷ്യോളജിസ്റ്റ്. ഇനി നമുക്ക് ആദ്യം വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റിൽ പഠിക്കുന്നത് കാൾ മാക്സിനെ കുറിച്ചാണ്. കാൾ മാക്സ് ജർമ്മൻകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയ ബുക്ക് ദാസ് ക്യാപിറ്റലും ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവുമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ തിയറിയിൽ നമ്മൾ എടുത്ത് പറയേണ്ട തിയറികൾ, ഒന്ന്, നമ്മുടെ കാലഘട്ടം, നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി പല ഘട്ടങ്ങളിലൂടെ, പല സ്റ്റേജസിലൂടെ കടന്നുപോയി എന്നുള്ളത് അദ്ദേഹം വാദിച്ച കാര്യമാണ്. അപ്പോൾ കാൾ മാക്സ് ആർഗ്യൂഡ് ദാറ്റ് ഹ്യൂമൻ സൊസൈറ്റി ഹാഡ് പ്രോഗ്രസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്. അപ്പോൾ ഇതും വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. ദ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി അക്കോർഡിംഗ് ടു കാൾ മാക്സ്. അപ്പോൾ അതൊന്ന് പ്രതീക്ഷിച്ചോ, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ക്വസ്റ്റ്യനായിട്ട് ഇട്ടിട്ടില്ല. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് പഠിച്ചു പോവുക. According to him, the progression of human society occurred through different stages of development. പുരോഗതിയാണ് കേട്ടോ. പുരോഗതിയുടെ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കുറേ കാലം അങ്ങനെ ജീവിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോയി. പ്രിമിറ്റീവ് കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ പ്രാകൃത ജീവിതം. അവിടെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. ആളുകളെല്ലാം വേട്ടയാടിയും അല്ലെങ്കിൽ ഭക്ഷണം ശേഖരിച്ചുമൊക്കെയാണ് ജീവിച്ചത്. അതാണ് പ്രിമിറ്റീവ് കമ്മ്യൂണലിസം. അതിൽ നിന്ന്
കുറച്ച് ആളുകൾ ഇത്തിരി കേമന്മാരായതുകൊണ്ട് അവർ മറ്റുള്ളവരെ കീഴടക്കി അടിമയാക്കി, അങ്ങനെ അടിമത്തം എന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നാടുവാഴിത്തം എന്ന് പറഞ്ഞാൽ നോബിൾസ്, പ്രഭുക്കന്മാർ, അവരുടെ അവകാശം അവരുടെ കീഴിലായിരുന്നു ഭൂമി. മറ്റുള്ളവരെല്ലാം അവരെ അനുസരിച്ച് സാധാരണക്കാരായിട്ട് ജീവിക്കേണ്ടി വന്നു. നാലാമത്തെ ഘട്ടമാണ് ക്യാപിറ്റലിസം. അതായത് മുതൽ മുടക്കാൻ കഴിയുന്നവൻ മുതലാളിയും അവിടെ തൻ്റെ സേവനം വിറ്റിട്ട്, തൻ്റെ ലേബർ വിറ്റിട്ട് വേതനം വാങ്ങി, ശമ്പളം വാങ്ങി പണിയെടുക്കുന്നവൻ തൊഴിലാളിയുമായി മാറിയ ഘട്ടമാണ് നാലാമത്തെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോട്ട് വളരെ വലുതായി പോവും, അപ്പോൾ ക്ലാസ്സും വളരെ വലുതായി പോവും. അതുകൊണ്ട് അതിൻ്റെ സമ്മറി ആയിട്ടാണ് ഞാൻ ഈ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പോവുക. അപ്പോൾ ക്യാപിറ്റൽ സൊസൈറ്റിയുടെ പ്രത്യേകത എന്താണ്? പ്രോസസ് ഓഫ് ഏലിയനേഷൻ. നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഫൈനൽ പ്രൊഡക്ട്സിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നു. ഇതാണ് ഏലിയനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ആ ഫാക്ടറിയിൽ പണിയെടുക്കുകയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഒരു സെക്ഷനിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാറ് കമ്പനിയാണെന്ന് വിചാരിക്കുക, കാർ ഫാക്ടറിയിൽ നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒരു കാറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അതുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അത് നമ്മളത് ഉണ്ടാക്കി അതടുത്ത സെക്ഷനിലേക്ക് കൊടുക്കും. അവരാണ് അത് വേറെ അതിലെ ഭാഗങ്ങൾ പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അടുത്ത സെക്ഷനിലേക്ക്, അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ആണത്, അടുത്ത സെക്ഷനിലേക്ക് പോവും. അങ്ങനെ ആ പാർട്സുകളെല്ലാം അസംബിൾ ചെയ്യുന്നത് വേറെ സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റ് ഇവർ കാണുന്നില്ല. നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നതെന്ന് അവർ കാണുന്നില്ല. അപ്പോൾ ഹ്യൂമൻസ് ആർ ഏലിയനേറ്റഡ്. അപ്പോൾ എല്ലാ വിധത്തിലും അന്യവൽക്കരണമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏലിയനേഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഹ്യൂമൻസ് ആർ ഏലിയനേറ്റഡ് ഫ്രം നേച്ചർ. അവരുടെ പ്രൊഡക്ട്സ് മാത്രമല്ല, അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്കൊരു ഫ്രീ ടൈമില്ല, അവർക്ക് വീട്ടിലും പോകാനും കുടുംബങ്ങളെയും കാണാൻ പറ്റുന്നില്ല. അവർ ആ ഫാക്ടറിയിൽ തന്നെ ഒരു മൂലയ്ക്ക് ഒരു സെക്ഷനിൽ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഇടുങ്ങിയ കോറിഡോറിൽ കിടന്നുറങ്ങുന്നു, രാവിലെ വീണ്ടും വർക്കിന് കയറുന്നു, രാത്രി പിന്നെയും കിടന്നുറങ്ങുന്നു. അതുകൊണ്ട് ഇവർ പ്രകൃതിയെ തന്നെ കാണുന്നില്ല. ഫ്രം ഈച്ച് അതർ, മറ്റ് സുഹൃത്തുക്കളെയും അപ്പുറത്ത് ജോലി ചെയ്യുന്ന സെക്ഷനിലുള്ള ആളുകളെയും അവർ കാണുന്നില്ല. ആൻഡ് ഓൾസോ ഫ്രം ദ പ്രൊഡക്ട്സ് ദേ പ്രൊഡ്യൂസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവരെന്താ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഫൈനൽ പ്രൊഡക്ട്സ് എന്താണെന്ന് അവർ കാണുന്നില്ല. ഇതാണ് ഏലിയനേഷൻ ഓഫ് വർക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തതാണ് കാൾ മാർക്സിൻ്റെ ക്ലാസ് സ്ട്രഗിൾ. ഇത് എപ്പോഴും ചോദിച്ച് കാണുന്ന ചോദ്യമാണ്. അപ്പോൾ വർഗസമരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെയൊക്കെ നേടിയത് നമ്മൾ കുറേ വർഗസമരത്തിലൂടെയാണെന്നാണ് പറയുന്നത്. നല്ലൊരു സമൂഹത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. നമ്മളോട് കാണിക്കുന്ന അന്യായത്തിനെ നമ്മൾ ചെറുക്കുക, സമരം ചെയ്യുക, അതിനെതിരെ പോരാടുക. അതുകൊണ്ട് കാൾ മാർക്സ് പറയുന്നത് ദാറ്റ് വി ക്യാൻ ചേഞ്ച് ദ സൊസൈറ്റി ഇൻ ഫ്യൂച്ചർ. ഇപ്പം നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നു, നമ്മളുടെ അടുത്ത തലമുറ നല്ല ഫ്യൂച്ചർ, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മുടെ വിഭാഗം, നമ്മുടെ ഉയർന്ന വിഭാഗത്തോട് പോരാടി ആവശ്യമുള്ളതൊക്കെ നേടുക. ഇനി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലാണ് കേട്ടോ ഈ വർഗസമരം, തൊഴിലാളി മുതലാളി തമ്മിലുള്ള ക്ലാഷാണ് ഈ ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ആസ് ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ചസ്, പ്രൊഡക്ഷൻ മാറുന്നതനുസരിച്ച് കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ് വിച്ച് റിസൾട്ട് ഇൻ സ്ട്രഗിൾ. അതായത് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ചല്ല കേട്ടോ, ഉൽപ്പാദന രീതി മാറുന്നതനുസരിച്ച്. ഉൽപ്പാദന രീതിയിൽ മുതലാളിമാർ കൂടുതൽ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, കൂടുതൽ പ്രോഫിറ്റ് ലക്ഷ്യമാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിൽ ക്ലാസ്സുകൾക്കിടയിൽ പൊരുത്തക്കേട് വരികയും അവർ തമ്മിൽ ചെറിയ ഒരു ക്ലാഷിന് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഒരേപോലെ കഷ്ടത അനുഭവിക്കുന്ന വിഭാഗങ്ങൾ ഒത്തുകൂടും. അങ്ങനെ ഒരു ക്ലാസ് കോൺഷ്യസ്നെസ് ഉണ്ടാവും, വർഗബോധമുണ്ടാവും. ഇതിവരെ മറ്റേ മുതലാളിമാർക്കെതിരെ പോരാടാനായിട്ട് ശക്തി ലഭിക്കും കൂട്ടമാകുമ്പോൾ. ലെഡ് ടു ദ ക്ലാസ് കോൺഫ്ലിക്റ്റ് വിച്ച് ക്യാൻ ഓൾസോ ലീഡ് ടു ദ ഓവർത്രോ ഓഫ് ഡോമിനൻറ്റ് ഓർ റൂളിംഗ് ക്ലാസ് ബൈ ദ പ്രീവിയസ് സബോർഡിനേറ്റ് ക്ലാസ് കോൾഡ്. ഇതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് റൂളിംഗ് ക്ലാസ്സിനെതിരെ നമ്മൾ സബോർഡിനേറ്റ് എന്ന് പറയുന്ന ക്ലാസ് പ്രശ്നമുണ്ടാക്കുന്നു. ഇതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്.
ഇനി അടുത്ത സോഷ്യോളജിസ്റ്റ്, വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റിനെ നമുക്ക് അടുത്ത ക്ലാസ് ഇടാം. അപ്പോൾ ഇപ്പോൾ ഈ ടോപ്പിക്കിലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏജ് ഓഫ് റെവല്യൂഷൻ എന്താണെന്നും എൻലൈറ്റ്മെൻറ്റ് എന്താണെന്നും അങ്ങനെയുള്ള പോയിൻറ്റ്സ് കഴിഞ്ഞതിന് ശേഷം കാൾ മാർക്സിൻ്റെ തിയറിയാണ് പറഞ്ഞത്. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് സൊസൈറ്റി, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പിന്നെ അതുപോലെ ക്ലാസ് സ്ട്രഗിൾ, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നിങ്ങൾ ടെക്സ്റ്റും നന്നായി വായിക്കണം കേട്ടോ, കാരണം ഇത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആൻസർ എഴുതുമ്പോഴും നിങ്ങൾക്കിത് കൊടുക്കാം, ഇതിൽ പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ടെക്സ്റ്റും കൂടി ഒന്ന് വായിച്ചിരിക്കണം.